ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു സ്റ്റിച്ചിങ്ങിനാവശ്യമായൊരു ടൂള് പരിചയപ്പെടാം. നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടൂളാണിത്. നമുക്കിത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മുടെ വലിയ ഷോപ്പുകളിലൊക്കെ ക്രാഫ്റ്റ് കടയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. വലിയ സിറ്റികളിലൊക്കെ എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ ഉള്ളൂ. അല്ലാതുള്ള ലോക്കൽ ഏരിയകളിൽ പൊതുവേ കുറവാണിത്. അപ്പം നമുക്കിത് വളരെ ഉപകാരപ്രദമാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ടൂളിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഫിറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യണം, അതൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത്. അപ്പം ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോയെ. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ മെഷീൻ ചെയ്ത് ലൂസാക്കിയതിന് ശേഷം ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം കൂടെ കയറ്റി വെക്കും. മൊത്തം അങ്ങ് കയറ്റി വെക്കരുത്. മറ്റു ഇതിൻ്റെ എഡ്ജ് വന്നുകൊണ്ട് ഇങ്ങനത്തെ. അപ്പം നമ്മൾ മടക്കുന്നതിന് അപ്പുറത്തെ തയ്ക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പുറത്തെ തയ്ക്കാൻ പറ്റും. മടക്കയിലോട്ട് സ്റ്റിച്ച് വീഴത്തില്ല. അപ്പം മടക്കുന്ന ഉദ്ദേശിച്ച് ഞാൻ ഇച്ചിരി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് വീഴാതെ ഇപ്പുറത്ത് വന്ന് വീഴും. ഇങ്ങനെ നമ്മൾ മടങ്ങി പോകുന്നല്ലാതെ സ്റ്റിച്ച് ഇതേൽ വീഴത്തില്ല. ഈ മടക്കിയ ഭാഗത്ത് ഇതിൻ്റെ എഡ്ജ് വീഴത്തില്ല. പിന്നെ ഇങ്ങോട്ട് തള്ളി വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് തള്ളി വെക്കുന്നതെന്ന് വെച്ചാൽ അതും നമുക്ക് യൂസ്ഫുൾ ആകത്തില്ല. ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക്, ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ തള്ളി വെച്ചാൽ ഈ സ്റ്റിച്ച് ഒന്ന് ഇവിടെ വീഴും, അല്ലെങ്കിൽ നടുക്ക് വീഴും. അപ്പം നമ്മൾ എന്ത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പം വലിയ ഇതാണ് മടക്കാണ് വേണ്ടിയതെങ്കിൽ നമ്മൾ ഇങ്ങനെ മധ്യത്തിലോട്ട് വെച്ചാൽ മതി. ഈ സമയം നമ്മൾ ഇത് ചെറുതാണ്, ഇതുപോലുള്ള ഇത്രയും വീതിയുള്ള 1/4 ഇഞ്ച് വീതിക്ക് മടക്കി തേക്കേണ്ടതെങ്കിൽ നമ്മളിത് ശരിക്കും ഈ പ്രഷർ കുട്ടിൻ്റെ ഇത് കണ്ടോ, ഈ 3 പല്ലുണ്ടല്ലോ ഇവർക്ക്, കണ്ടോ? ഈ 3 പല്ലിൻ്റെ ഈ നടുക്കല്ല നീഡിൽ വരുന്നത്, ആ നടുക്ക് ഭാഗത്ത് വേണം ഈ ഭാഗം, ഇതിൻ്റെ എഡ്ജ് ഭാഗം, ഈ ഭാഗം ഇതല്ല ഇത്. അപ്പോൾ അവിടെ വേണം വരാനായിട്ട്. നേരെ വന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ച് ഇങ്ങോട്ട് നീങ്ങിപ്പോയാൽ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ എന്ത് ചെയ്യുന്നത്, ഈ 3ാമത്തെ പല്ലിൻ്റെ അടുത്ത് വീഴും. അങ്ങനെ വരാൻ പാടില്ല. 2ാമത്തെ നടുക്കുള്ള പല്ലിൻ്റെ അവിടെ തന്നെ അതിൻ്റെ എഡ്ജ് വരണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് പിടിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണേ സ്കൂട്ടർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ തുണി പിടിക്കുന്ന സമയത്ത് ഊരിപ്പോകും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ, കറക്റ്റായിട്ടുള്ള സ്റ്റിച്ച് വരികയും ചെയ്യുള്ളൂ. നിങ്ങൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്ത്. നാളെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അത് പക്ഷേ ആരും കണ്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ തയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് മടക്കി ജസ്റ്റ് ഒരു 3-4 സ്റ്റിച്ച് ഇട്ട് പോരണം. സ്റ്റിച്ചിട്ടതിന് ശേഷം ഇതിനകത്തോട്ട് കയറ്റാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇപ്പം വേണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കല്ലേ, തുണി ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണേ. ഇതിപ്പോൾ കുറച്ച് മടങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് അത്രയും ഇതിവിടെ വരുന്നതാണ്. കണ്ടോ? നമ്മളിങ്ങനെ കയറ്റി കൊടുത്തതിന് ചുറ്റി വരണം. കണ്ടോ? ഇങ്ങനെ ഇത് കവർ ചെയ്ത് വരണം മൊത്തം. എന്നാൽ മാത്രമേ മടക്കി കറക്റ്റായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഈ അറ്റമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മളിങ്ങനെ മൊത്തം കവറായി പോകണം. മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോ തവണയും കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കങ്ങ് എക്സ്പീരിയൻസാണ്. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ അതങ്ങ് പൊക്കോളും. ഓടി നമ്മൾ ചുട്ടാനും ഒന്നും പോകണ്ട. എന്തോ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് ഈ മടക്കിയൊക്കെ അടിക്കും. മറ്റേ നമ്മളിങ്ങനെ ഓരോന്ന് മടക്കി ഇതുപോലെ മടക്കി പിന്നെയും മടക്കി അതിന് വീതിയിൽ വ്യത്യാസം വരും. ഇതാകുമ്പോൾ അതൊന്നുമില്ല, എല്ലാം കറക്റ്റ് വീതിയാണ് വരുന്നത്. കണ്ടോ? കറക്റ്റ് വീതിയിലാണ് ഇത് വരുന്നത്. നമ്മൾ
നമുക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അല്ലാതെ ഈ ത്രെഡ് വിൽക്കുന്ന കടകളിലും വലിയ സിറ്റികളിലൊക്കെയുള്ള കടകളുണ്ടല്ലോ, അവിടെയൊക്കെ അവൈലബിൾ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. എത്രയാണ് വില എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ അത് നമുക്ക് പറയുന്നത് നമുക്ക് ഡെലിവറി ചെയ്യാവുന്ന സമയത്ത് അവൾ പോസ്റ്റ് ചാർജോ ഡെലിവറി ചാർജൊക്കെ മേടിക്കും. അപ്പോൾ അഡീഷണലായിട്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ വിലയേക്കാൾ കുറച്ച് പൈസയുടെ കൂടുതലാകും. നമ്മളിത് ഇങ്ങനെ അങ്ങ് വിട്ട് കൊടുത്താൽ മതി. നമുക്ക് ചുരുട്ടാനും പോകണ്ട. നമ്മുടെ കറക്റ്റായ അളവിൽ കറക്റ്റ് വലിപ്പത്തിൽ സ്റ്റിച്ച് തയ്ച്ചു കിട്ടും. കണ്ടോ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് കണ്ട എല്ലാം ഒരേ അളവാണ് വന്നിരിക്കുന്നത്. ഇച്ചിരിയുടെ വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം. അതനുസരിച്ച് ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ സൈസിൽ വലിപ്പമുള്ളതുണ്ട്, വലിയ ഇത് വീതിക്ക് അടിക്കാനുള്ളതുണ്ട്. ഇത് 9-ൻ്റെയാണ്, അല്ല ഇത് 6 mm-ൻ്റെ, 9-ൻ്റെ ഉണ്ട്, 12-ൻ്റെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സൈസുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഉഷയുടെ മെഷീൻസാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഉഷയുടെ മെഷീൻ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഒരു ആലൂറിൻ്റെ ജനോമിയാണ്. അതിപ്പം ഇച്ചിരി കേടായിട്ട് ഉപയോഗിക്കാതിരുന്നപ്പോൾ കേടായി. അതിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇത്രയല്ല, ഇത് വേറെ ചെറുതാണ്. ചെറിയ കുട്ടി ഫ്രോക്കൊക്കെ തയ്ക്കാൻ, കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കാൻ ചുരുട്ടി അടിക്കാനുള്ള. അത് പിന്നെ ഇങ്ങനെ സിക്സാഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം തയ്ക്കുന്നതിൻ്റെ കൂട്ടുകാരൊക്കെ ഇതിലൊക്കെ ഒന്ന് മേടിച്ച് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാകും സ്റ്റിച്ചിങ്. സമയവും ലാഭമുണ്ട്. ഇങ്ങനെ വിട്ടാൽ മതി. കണ്ടോ, ഒരു സംശയവും ഇല്ലാതെ ഇങ്ങനെ തയ്ച്ച് കിട്ടും. എഡ്ജിൽ തന്നെയാണ് വരുന്നത്, എഡ്ജിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള തയ്ക്കുന്നവരൊക്കെ ഇതൊന്ന് വാങ്ങിച്ച് 10-20 രൂപയുടെ കാര്യമല്ല ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. പിന്നെ ഇതിങ്ങനെ സ്ക്രൂ അഴിക്കുകയും മാറ്റുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലുള്ള തേരുവശം ഒന്നും മടക്കടിച്ച് കുഴപ്പമില്ല. പക്ഷേ അത് ഞാൻ ഈ സൈഡിൽ തേരുവശം അല്ലായിരുന്നുണ്ടെങ്കിൽ മടക്കടിച്ച് വിടാം. അപ്പം പിന്നെ ഈ സൈഡും കൂടെ തേരുവശമാണെങ്കിൽ മടക്കടിച്ച് പറ്റുന്നു. ഞാൻ അത് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻസ് എന്നാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.